ഡ്രസ്സിനനുസരിച്ച് അതിന് ചേരുന്ന ആക്സസറീസ് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഫാഷനാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബാഗുകൾ. അപ്പോൾ പേപ്പർ വെച്ചിട്ട് നമ്മളിപ്പോൾ സാധാരണ വേസ്റ്റ് എന്ന് കരുതി മാറ്റി വയ്ക്കുന്ന പേപ്പർ വെച്ചിട്ട് നമുക്ക് പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ, അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഇക്കോ ഫ്രണ്ട്ലി ബാഗുകളാണെങ്കിൽ അത് കൂടുതൽ നല്ലതല്ലേ. അപ്പോൾ പേപ്പർ ബാഗ്സ് ഉണ്ടാക്കുന്ന ജയാൻറ്റിയാണ് ഇന്ന് കരവിരുതിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിമനോഹരമായ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ജയാൻറ്റി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ജയാൻറ്റി ഇക്കോ ഫ്രണ്ട്ലി പേപ്പർ ബാഗ്സ് വളരെ വർഷങ്ങളായിട്ട് നിർമ്മിക്കുന്ന ഒരു ആൻറ്റിയാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെയുള്ള പേപ്പർ ബാഗ്സ് ആണ് ആൻറ്റി ഉണ്ടാക്കുന്നത്. വളരെ കളർഫുള്ളാണ്. നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. ഇതിപ്പോൾ പേപ്പർ പുറത്തുനിന്ന് വരുത്തുന്ന പേപ്പേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളുടെ വേസ്റ്റ് പേപ്പറിൽ നിന്ന് നമ്മൾ കളയുന്ന പേപ്പർ കൊണ്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. വളരെ കളർഫുള്ളായിട്ട് നല്ല ഈ ഗിഫ്റ്റ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണിത്. അപ്പോൾ ഇത്തരത്തിൽ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റി, ഇത് സാധാരണയായിട്ട് എവിടെ നിന്നാണ് വരുത്തുന്നത് ഈ പേപ്പർ? കേരളത്തിന് പുറത്തുനിന്നാണ് വരുത്തുന്നത്. കേരളത്തിന് പുറത്തുനിന്നാണ് ഇത്തരം പേപ്പേഴ്സ് വരുത്തുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലത്തെ വലിയ ഷീറ്റ് പേപ്പർ ആയിരിക്കും. അതിൽ നിന്ന് ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കും. ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ രണ്ട് രീതിയിൽ മിക്സ് ചെയ്തിട്ട് രണ്ട് കളേഴ്സായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ പച്ചയും ഈ റെഡും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വെച്ച് മടക്കണം അല്ലേ? അപ്പോൾ ആദ്യം ഈ പേപ്പർ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വെച്ച് മടക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു വശമാണ് മടക്കേണ്ടത്. എന്നിട്ട് അത് ഗം തേച്ചിട്ട് ഇത് രണ്ടും കൂടി ഒട്ടിച്ചു വയ്ക്കും. എത്ര നേരം വെക്കണം ഗം ഒട്ടിച്ചിട്ട്? പേപ്പറിന്റെ വെയിറ്റ് അനുസരിച്ച്. വൈറ്റ് ഗം ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുക. എത്ര വർഷമായി ആൻറ്റി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? 6 വർഷമായി. വീട്ടിലാണ് ആൻറ്റി ചെയ്യുന്നത്. ഈ ബാഗിന്റെ പേര് തന്നെ പരിശ്രം പേപ്പർ ബാഗ്സ് എന്നാണ്. പരിശ്രമം എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു പരിശ്രമം ഉണ്ടെങ്കിൽ, കുറച്ചൊരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിരുന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും. സമയം കുറച്ചു മതി ചെയ്യാനായിട്ട്, പക്ഷേ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാൻ നോക്കാം ഇല്ലേ ആൻറ്റി? അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഈ രണ്ട് പേപ്പറും തമ്മിൽ ഇത് വൈറ്റ് ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ആൻറ്റി ഇനി എന്താ ചെയ്യുക? ഇനി ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കണം ഇതിന്. അതിങ്ങനെ സാധാരണ ഇങ്ങനത്തെ പേപ്പറിലാണ് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിൽ കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഈ അളവിൽ മുറിച്ചെടുക്കണം അല്ലേ? നീളത്തിന് 1.5 ഇഞ്ച്, പിന്നെ 1.5, അതിന്റെ ഡബിൾ എടുക്കണം. 1.5, 3, പിന്നെ 3/4 ഇഞ്ച് അവിടുന്ന് എക്സ്ട്രാ പ്ലസ് 3/4 ഇഞ്ച്. 1.5 ഇഞ്ച് വീതിയാണെങ്കിൽ അതിന്റെ ഇരട്ടി നീളം എടുത്തിട്ട് അതിന്റെ കൂടെ 3/4 ഇഞ്ച് കൂടി നീളത്തിൽ മുറിക്കണം. അങ്ങനെയാണ് ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്യണം. ഈ 1.5 മുകളിലത്തെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിവിടെ പീസ് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം അല്ലേ? എന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്യണം. ഇത് മുകളിൽ 1.5 ഇഞ്ചിന്റെ മാർക്കിങ് അതേ അളവെടുത്തിട്ട് ഇവിടെ ഈ സൈഡിലും 2 സൈഡിലും. ഓക്കെ, ആ പേപ്പറിന്റെ സൈഡിലായിട്ട് ആ ഇഞ്ചസ് ഒന്ന് അടയാളപ്പെടുത്തണം. എന്നിട്ട് അത് അങ്ങനെ ഇതുപോലെ തന്നെ നേരെ ചോട്ടിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ പേപ്പറിന്റെ 2 ഭാഗത്തും താഴെയും മുകളിലുമായിട്ട് ആ ടെംപ്ലേറ്റ് എടുത്ത അതേ അളവിൽ അതിൽ മേലെ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും താഴെയും മുകളിലുമായിട്ട് ഇതിൻ്റേത് ആ അളവിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സൈഡിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ അതേ അളവിൽ ടെംപ്ലേറ്റ്സ് മുറിച്ച് അതേ അളവിൽ ഇവിടെ മാർക്ക് ചെയ്തു. താഴെ മുകളിലുമായിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇത് മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യും, മടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അളവിനിപ്പോൾ മടക്കും ഇത് വെച്ചിട്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് മടക്കി എടുക്കുക. അപ്പോൾ ഈ 4 വശവും നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് മടക്കുക. രണ്ട് സൈഡ് ഉള്ളിലേക്ക് മടക്കും. പിന്നെ രണ്ട് വശവും ഉള്ളിലേക്ക് മടക്കി എടുക്കണം.
മുകൾവശം ഇങ്ങനെ മടക്കുക. ഓക്കെ. ഇപ്പോൾ 4 തരത്തിൽ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാഗ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 3 മടക്ക് മടക്കി ഇതിപ്പോൾ സൈഡ് ആദ്യം നമ്മൾ ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അളവെടുത്തിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തു. അതിൻ്റെ 2 വശങ്ങളെയും ഒന്നുകൂടി അമർത്തി നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു. ഇനി ഇച്ചിരി കട്ടിപ്പണിയുണ്ട്, അല്പം കൂടി ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിൻ്റെ 2 മടക്ക് മടക്കണം. അടിയിലത്തെ 2 മടക്ക് മടക്കുക. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ മടക്ക് ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിനെടുത്ത് നമ്മൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പണ്ട് കടലാസ് തോണി, പണ്ടല്ല ഇപ്പോഴും ഉണ്ടാക്കും, കടലാസ് തോണി ഉണ്ടാക്കുന്ന മാതിരി ഇതിനെ ഒന്ന് വിടർത്തിയെടുക്കാം. മടക്കിയിട്ട് ഒന്ന് വിടർത്തിയെടുക്കുക ഇതുമാതിരി. ഇപ്പോൾ കടലാസ് വഞ്ചി മാതിരി ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഫോൾഡ് 2 വശവും ഇങ്ങനെ മടക്കിയെടുത്തു. അത് കറക്റ്റായിട്ട് ആ സിമെട്രി അന്നേരം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ തന്നെ അരികളൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് മടക്കുക. അതിനുശേഷം ഇങ്ങനെയും കൂടി ഈ താഴെയും മുഴുവശവും ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ അത് ഏകദേശം ഈ രൂപത്തിലാക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു പീസ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 4 ട്രയാങ്കിളിൻ്റെ അകത്ത് 4 ട്രയാങ്കിളിൻ്റെ ഗം വരണം. ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും 4 ത്രികോണത്തിൻ്റെ ഷേപ്പിൽ വരും. അപ്പോൾ ആ ഭാഗത്ത് ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് ഇതുപോലെ പശ ഇട്ട് കൊടുക്കുക. ആക്കി കഴിഞ്ഞിട്ട് വെക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ടു എത്ര സമയം? അരമണിക്കൂർ എന്തായാലും വേണം. രാത്രി വൈകുന്നേരം ചെയ്ത് വെച്ചാൽ 3-4 മണിക്കൂർ പിറ്റേ ദിവസം എടുത്താൽ അത്രയും നല്ലത്. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി മുഴുവൻ ഈ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഗം ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ബാഗാണ്, ചെറിയൊരു ഗിഫ്റ്റ് ബാഗിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് ത്രെഡ്സ്? ഇതിൽ പറഞ്ഞ ത്രെഡ് ഇതാ കണ്ടില്ലേ, ഒരു സിമ്പിൾ ബാഗാണ്, എന്നാൽ എന്ത് ഭംഗിയാന്ന് നോക്കൂ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഓൾറെഡി ഇതിൽ പ്രിൻ്റ് ഉള്ള പേപ്പറാണ്, പക്ഷേ ഇനി ഇതില്ലാന്ന് നോക്കിയോളൂ. അല്ലെങ്കിൽ ഇതുമേൽ കുറച്ച് ഡിസൈൻസ് കൂടെ വേണമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. നല്ല സീക്വൻസ് വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു എന്താ ഔട്ട്ലൈനറാണ്, 3D ഔട്ട്ലൈനർ എന്ന് പറയും. ഇത് വെച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ സീക്വൻസ് ഉണ്ട്, വൈറ്റ് നിറത്തിൽ ഇത്തിരി തിളക്കമുള്ള സീക്വൻസ് ഉണ്ട്. ഈ ഔട്ട്ലൈനർ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ വെള്ള നിറത്തിലുള്ള സീക്വൻസ് വെച്ചു, ഇത്തിരി തിളക്കമുണ്ട്. അപ്പോൾ അതിൽ അമർത്തുമ്പോഴത്തേക്ക് ഈ ചുറ്റിനും ആ ഒരു ഓറഞ്ച് നിറത്തിലുള്ളൊരു ഔട്ട്ലൈൻ കൂടിയായി. അപ്പോൾ കളറിന് ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ അനുസരിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെയുള്ള പേപ്പർ ബാഗ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇത്രയ്ക്ക് കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ. കുറച്ചൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു ഹോബി ആക്കാം, അതേപോലെ തന്നെ നല്ലൊരു ഏണിങ്സും ആക്കാം. അപ്പോൾ എന്തായാലും ഇനി കരകൗശല വിദ്യകളുടെ പുതിയ അധ്യായവുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.